ഫ്രണ്ട്സ്, പാഴാത്ത കൺമണിയുടെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആങ്ങളെയും പെങ്ങളെയും കൂടി വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഈ തള്ളിപ്പൊളി സ്വഭാവം വെച്ച് നല്ലൊരു ചെറുക്കനെയൊക്കെ നിനക്ക് പാട്ടാൻ പാടാണ് എന്ന് പറയുകയാണ് ദേവ. ഒന്ന് പോയടാ ചെക്ക എന്ന് അവന്തിക തിരിച്ചും പറയുന്നു. എന്നിട്ട് ഇങ്ങോട്ട് വരുന്ന കളക്ഷനൊക്കെ ഞാൻ വേണ്ടാന്ന് നോക്കുന്നത് കൊണ്ടാണ്. കളക്ഷനോ? അതെന്താ? കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് കുറച്ച് നാളായില്ലേ, ആ വാക കിട്ടിക്കാണില്ല. കളക്ഷൻ എന്ന് പറഞ്ഞാലേ ഇങ്ങോട്ടുള്ള വായനോട്ടം എന്നിങ്ങനെ പറയുകയാണ് അവന്തിക. ഞാൻ നിങ്ങൾ വീട്ടുകാർ കണ്ടുപിടിച്ച് ഒരാളുടെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോക്കോളാം, തല്ലിപ്പൊളിയൊന്നും ആവില്ല. അപ്പോൾ എനിക്കത്ര വിശ്വാസമില്ല എന്ന് പറയുകയാണ് ദേവ. എന്നെക്കൊണ്ട് ആവശ്യമില്ലാത്ത തീരുമാനങ്ങളൊന്നും എടുപ്പിക്കില്ല കേട്ടോ, എളുപ്പം പോക്കെ, നമുക്ക് അവിടെ ചെന്ന് കാണണ്ടേ എന്നൊക്കെ പറയുകയാണ് അവന്തിക. ഈ സമയം വീട്ടിൽ തകൃതിയായ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. വേറൊന്നുമല്ല, ഒരാൾ കൺമണിയുടെ കയ്യിൽ മൈലാഞ്ചി ഇടുന്നു, ഒരാൾ മുടി കെട്ടുന്നു, ഒരാൾ ക്യൂടെക്സ് ഇടുന്നു. മൈലാഞ്ചി ഇടുന്നതിനിടയിൽ കൺമണി കയ്യൊന്ന് അനക്കി. കൺമണി കയ്യൊന്നും അനക്കല്ലേ എന്ന് പറയാണ് അനന്യ. കയ്യിലൊക്കെ അപ്പടി ആവും, ഞാൻ അനക്കുന്നതല്ല, അനന്യ ചേച്ചിയാണ് വെറുതെ. എൻ്റെ അനന്യ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ സ്വപ്നെ, ദേ നമ്മുടെ മുടിയൊന്നും ഇതുപോലെയല്ല, അവൾ എന്നും എണ്ണ തേച്ച് കുളിക്കുന്നതുകൊണ്ട് എന്ത് രസമാണ് അവളുടെ മുടി കാണാൻ, ഇവളുടെ കൈയും അങ്ങനെ തന്നെയാണ് എന്ന് സ്വപ്നയും പറയുന്നു. തനൂജ് നല്ല സൂപ്പറായിട്ടൊക്കെ ക്യൂടെക്സ് ഇട്ട് കൊടുക്കുകയാണ്. അതേ സ്വപ്ന, ഈ കളറല്ലേ ഇവൾക്ക് നന്നായിട്ട് യോജിക്കുന്നത്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പിങ്ക് കളറാണ് ഇവൾക്ക് യോജിക്കുന്നതെന്ന്. ഇതിൽ മാത്രം ഒതുക്കണ്ട കേട്ടോ, പിങ്കിൽ മാത്രം കൺമണിക്ക് ഏത് കളർ ഇട്ടാലും യോജിപ്പാകും എന്നൊക്കെ പറഞ്ഞു അനന്യയും. അപ്പോൾ കൺമണി പറയുകയാണ്, എല്ലാവരും കൂടി എന്നെ എന്താ ഈ ചെയ്യുന്നത്, അമ്മ പറഞ്ഞതേ എന്നെ ഇങ്ങനെ വട്ടമിട്ട് സ്നേഹിക്കാനൊന്നും അല്ല കേട്ടോ, എന്നോടുള്ള നിങ്ങളുടെ ദേഷ്യം മാത്രം മാറ്റിയാൽ മതി എന്നാണ് എന്ന് പറയുമ്പോൾ, അതൊക്കെ ഞങ്ങൾ ഇപ്പോഴേ പറഞ്ഞു, ഇത് ഞങ്ങൾ ശരിക്കും സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണെന്നേ എന്നൊക്കെ പറയാണ് സ്വപ്ന. അതെ അതെ, അല്ലാതെ അമ്മ പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ, ഇനി ഞങ്ങൾ എന്നും നിന്നോട് ഇങ്ങനെ തന്നെയാകും പെരുമാറുന്നത്, നോക്കിക്കോ എന്ന് തനുജയും പറയാണ്. ആ സമയം ദേവയും മാന്തിയും കൂടി അങ്ങോട്ട് കയറി വരികയാണ്. അവര് കയറി വരുമ്പോൾ കൺമണിയെ 3 പേരും കൂടി ഒരുക്കുന്നത് കണ്ട് കണ്ണ് തള്ളി അങ്ങനെ ഇരിക്കുകയാണ്. അവന്തിക, നീ എപ്പോ വന്നോ എന്ന് കൺമണി ചോദിച്ചെണീക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും, അവന്തിക വന്നോളും, നീ അവിടെ ഇരിക്കേ. ആ അത് തന്നെ പൊന്നുമോളോ, അവിടെ തന്നെ ഇരുന്നോ, അമ്മേ ഞാനീ കാഴ്ച ഒന്ന് കാണട്ടെ എന്ന് അവന്തിക പറയാണ്. അല്ല ചേച്ചിമാരെ, എന്താ പരിപാടി, ഇവളെ പിടിച്ച് ഓസിക്കുക തന്നെയാണോ, ഒന്ന് പോടി, ഇപ്പൊ ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ല അല്ലേ കൺമണി എന്ന് തനൂജയും പറയുന്നു. പെട്ടെന്ന് നിങ്ങൾ തമ്മിൽ എങ്ങനെയാ, അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടി, നീ എപ്പോഴും കൂടെ നടക്കുന്നത് പോലെയൊന്നും അല്ല, ഞങ്ങൾ സ്നേഹിക്കുകയാണ് ശരിക്കും അല്ലേ കൺമണി എന്ന് അനന്യ പറഞ്ഞു. ആണോടി എന്ന് അവന്തിക ചോദിക്കുന്നു. ഞങ്ങൾക്കറിയായിരുന്നു ഇത് കണ്ട് അവന്തിക ഞെട്ടിപ്പോകുന്നു, ഇത് കണ്ട് ഞെട്ടാനാണെങ്കിലേ ഇനി എന്നും നിനക്ക് ഞെട്ടാനേ സമയം കാണൂ, ഇപ്പോഴേ കൺമണി ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളാണ് അല്ലേ കൺമണി എന്നിങ്ങനെ സ്വപ്നയും പറയുന്നു. അപ്പോഴേക്കും ദേവ അങ്ങോട്ട് വരുന്നു. ഇവരുടെ എല്ലാവരുടെയും കൂടെ നിന്ന് നമുക്കൊരു ഫോട്ടോ എടുത്താലോ ഏട്ടാ എന്ന് പറയാണ് അവന്തിക. അതെന്തിനാ എന്നിങ്ങനെ ചോദിച്ചു ദേവ. അത് പത്രത്തിൽ കൊടുക്കാനാ, ഈ ന്യൂ ജനറേഷനൊക്കെ വന്നപ്പോഴേ നമ്മുടെ നാട്ടിൽ നാണവും മാനവും ഒക്കെ പോയെന്ന് ആരോ ഒരാൾ പറയുന്നത് കേട്ടു, അവർക്കൊന്ന് അയച്ചു കൊടുക്കാനാണ് എന്നിങ്ങനെ പറയുമ്പോൾ, എടി പത്രത്തിൽ കൊടുക്കാനാണോ, അയ്യോ ഞങ്ങൾ ശരിക്കൊന്നും ഒരുങ്ങിയിട്ടൊന്നും പോലുമില്ല എന്നിങ്ങനെ അനന്യ അവിടെ എന്ന് പറയുമ്പോൾ, അയ്യോ ഏട്ടത്തി, ഇതിന് പ്രത്യേകിച്ച് ഒരുങ്ങുകയൊന്നും വേണ്ട, നിങ്ങൾ എങ്ങനെ ഇരുന്നാലും ഇത് ധാരാളമാണ്, നാട്ടിൽ നാണവും മാനവും തിരിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുന്നതല്ല, അത് പോയി എന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കാനല്ലേ. ഹോ അനന്യ, സത്യത്തിൽ തല്ലിപ്പൊളികളാണെങ്കിലും എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഉറപ്പിച്ചു നിൽക്കുമെന്ന മിനിമം ധാരണയൊക്കെ എനിക്കുണ്ടായിരുന്നു, അതും തകർത്ത് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് കൺമണി കാല് നീട്ടി വെച്ച് കൊടുക്കുക, ഏട്ടന്മാർ കഴുകി വെള്ളം കുടിക്കട്ടെ, എനിക്ക് ഈ വൃത്തികേടൊന്നും കാണണ്ടേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ് അവളന്തിക. ആ സമയം ഇത് കണ്ടുകൊണ്ട് ദേവ ചിരിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഈ മേക്കപ്പൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് ഏട്ടത്തി ഇയാളെ ഒന്ന് ഫ്രീ ആയി കിട്ടുന്നതെന്ന്. ഇതാ ഇപ്പോൾ കഴിയും ദേവ, അത് കഴിഞ്ഞ് അവളെ റൂമിലേക്ക് അയക്കാം എന്ന് പറയുകയാണ് സ്വപ്ന. ആ സമയം ഞാനിപ്പോൾ വരാം സാർ എന്ന് പറഞ്ഞ കൺമണി, അത് വേണ്ട, എപ്പോഴും ഇതൊക്കെ എപ്പോഴും കിട്ടുന്ന അവസരമൊന്നുമല്ല എന്ന് പറയാണ് ദേവ. ആ സമയം തനൂജ മൈലാഞ്ചിയൊക്കെ ഇട്ടിരിക്കുന്നതിൻ്റെ ഡിസൈനൊക്കെ നോക്കി നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയാണ്. ഈ സമയം അവന്തിക വീണ്ടും അങ്ങോട്ടേക്ക് വരുന്നു. അല്ല കൺമണിയെ വിട്ടില്ലേ എന്ന് ദേവയോട് ചോദിച്ചപ്പോൾ, ഞാൻ പറഞ്ഞത് നീ വിശ്വസിച്ചില്ലല്ലോ, ഇപ്പോൾ കാണുന്നില്ലേ, സ്നേഹിക്കലോട് സ്നേഹിക്കലേ എന്ന് പറയാണ് ദേവ. വളരെ കഷ്ടമാണ് കേട്ടോ ഏട്ടാ, ഇതിനൊക്കെ ഇരുന്ന് കൊടുക്കേണ്ടി വരുന്നത്, ഏട്ടനെ അവളെ ഒന്ന് രക്ഷിക്കാമായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ, എടീ ഞാൻ വിചാരിച്ചിട്ട് നടന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ കൺമണി അങ്ങോട്ട് വന്നു. നിന്നെ മൊത്തത്തിൽ മാറ്റിയെടുത്തല്ലോ, വിട്ടോ താടകമാർ നിന്നെ ഇങ്ങോട്ട് എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ അവന്തിക, ഇനിയും എന്തിനാ അവരെ അങ്ങനെയൊക്കെ പറയണേ, ഇപ്പോൾ തന്നെ അവർ പാവങ്ങളായില്ലേ, പിന്നെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പീഡിപ്പിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കൺമണി. ഇല്ലില്ല, താനൊരു കാര്യം ചെയ്യേ, അവർക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യാൻ അമ്മയോട് പറ, എന്തുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് കൺമണി ചോദിച്ചപ്പോൾ, ഈ പൂജാമുറിയിലൊക്കെ ഇരിക്കുന്ന ചിത്രങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ചേച്ചിമാരുടെ 3 പേരുടെ ചിത്രങ്ങൾ വെച്ച് നമുക്കൊന്ന് ആരാധിച്ചാലോ, അവരിപ്പോൾ വെറും മനുഷ്യരല്ലല്ലോ, ദൈവങ്ങളല്ലേ എന്നിങ്ങനെ പറയാണ് ദേവ. നിങ്ങളിങ്ങനെ കളിയാക്കൊന്നും വേണ്ട, അവർക്കിപ്പോൾ നല്ല മാറ്റമുണ്ട് എന്നിങ്ങനെ പറയാണ് കൺമണി. എടി പെണ്ണേ, നമ്മുടെ ഡ്രസ്സിലൊക്കെ കരി പറ്റിയാൽ നമുക്ക് കഴുകി കളഞ്ഞ് വൃത്തിയാക്കാൻ പറ്റും, ഈ കരി എന്ന സാധനത്തിനെ കഴുകി വൃത്തിയാക്കാൻ ആരെ കൊണ്ടും പറ്റില്ല, അതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ ചേച്ചിമാർ,
അവരെ നന്നാക്കാനൊന്നും ആരെക്കൊണ്ടും പറ്റില്ല. അതിന് നീ തർക്കിക്കേണ്ട എന്ന് പറയണം അവന്തിക. എന്നാൽ നീ ബെറ്റ് വെച്ചോ, ഞാൻ അവരെ നന്നാക്കി കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ബെറ്റിനുണ്ട്. അവരെ നന്നാക്കി കാണിച്ചു തന്നാൽ താൻ പറയുന്നതെന്തും ഞാനും എവളും ചെയ്യും എന്നിങ്ങനെ പറയുകയാണ് ദേവ. പിന്നല്ലാണ്ട് മോളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. ഇങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കുമ്പോഴേ ഏട്ടത്തിമാർ കൊനിഷ്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. എല്ലാത്തിനും ചേർന്ന് മറുപടി പറയാൻ നിൽക്കല്ലേ, അവസാനം സ്വന്തം ജീവിതം അവരുടെ കയ്യിലേക്ക് അങ്ങ് പോകും എന്നിങ്ങനെ പറഞ്ഞു അവന്തിക. ഹേയ്, എന്നോടൊന്നും ചോദിക്കാറൊന്നുമില്ല, ഞാനൊന്നും പറയാറുമില്ല. അല്ലെങ്കിൽ തന്നെ എനിക്കെന്താ ഇത്ര വലിയ രഹസ്യങ്ങളൊക്കെ ഉള്ളത് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ് ദേവ ഒരു ചിരിയെന്ന് ചിരിച്ചു. പെട്ടെന്ന് അവന്തിക പറയാണ്, എടി നിനക്ക് സ്വന്തമായ രഹസ്യങ്ങൾ ഉണ്ട് എന്നല്ല പറഞ്ഞത്. ഏട്ടനും നീയുമായുള്ള ഒന്നിച്ചുള്ള ജീവിതത്തിൽ ചില രഹസ്യങ്ങളൊക്കെ ഇല്ലേ, അതൊന്നും പറയാൻ നിൽക്കണ്ട എന്നാ പറഞ്ഞത് എന്നും പറഞ്ഞ് അവന്തിക ഒരു ചിരിയോടെയൊക്കെ ചിരിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഇത് കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ രഹസ്യങ്ങൾ വല്ലതും ഉണ്ടോ സാർ എന്ന് ദേവയോട് ചോദിക്കുന്നു. എടോ, അവൾ അതല്ല ഉദ്ദേശിച്ചത്. നാണും പെണ്ണും ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഒരു സ്റ്റൈലൊക്കെ ഉണ്ടാവില്ലേ, അത് പുറത്ത് പറയണ്ട എന്നാണ് അവൾ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ ഹോ അങ്ങനെയാണോ എന്ന് കൺമണി പറയുന്നു. ചേച്ചിമാർ എന്നോട് ചോദിച്ചു കേട്ടോ, സാറിൻ്റെ സ്നേഹം എങ്ങനെയാണ്, സ്നേഹിക്കുന്ന രീതി എങ്ങനെയൊക്കെയാണെന്നൊക്കെ. എന്നിട്ട് ദേവ ചോദിച്ചു അപ്പോൾ എന്ന് ദേവ ചോദിച്ചു. അപ്പോൾ കൺമണിക്ക് ഒരു പുഞ്ചിരിയൊക്കെ വന്നിട്ട് അവൾ പതുക്കെ എഴുന്നേറ്റ് അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. എന്നിട്ട് ദേവ അരികിലെത്തി എന്നിട്ട് ചോദിച്ചു, പോയും എസ്ഐയും ഒക്കെ എഴുതുന്ന പോലെ എല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തുവോ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല, എനിക്ക് നാണമായി. ഓ ഭാഗ്യമായി, നാണമുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് ദേവ പറയുമ്പോൾ ഞാൻ അവരുടെ കൂടെ ഇരിക്കുന്നത് സാറിന് ഇഷ്ടമല്ല അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടമായില്ലായല്ലടോ, തൻ്റെ ഈ ഇന്നസെൻസ് ഒന്നും അവർക്ക് പിടിയിട്ടില്ല. തന്നെ അപകടപ്പെടുത്താനുള്ള വഴിയായിട്ടേ അവരതിനെ കാണൂ. അത് കേട്ടപ്പോൾ കൺമണിക്ക് ഒരു വല്ലായ്മയൊക്കെ തോന്നുന്നു. നമുക്ക് നോക്കാമല്ലേ എന്ന് ദേവ ചോദിച്ചു കൺമണിയോട്. അതിനുശേഷം മുഖത്തോട് മുഖം നോക്കി അവരെങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന അച്ഛനും ദേവിയും സംസാരിക്കുകയാണ്. എൻ്റെ പൊന്നച്ഛ, സത്യത്തിൽ ഇവിടെ നടക്കുന്നത് ഫാൻസി ടെസ്റ്റ് ആണോ മോണോ ആക്ട് ആണോ എന്നൊന്നും മനസ്സിലാകുന്നില്ല. സത്യത്തിൽ ഏട്ടത്തിമാർ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ നടക്കട്ടെടാ, കുറച്ചു നാൾ നമുക്ക് മനസ്സ് തുറന്നു ചിരിക്കാലോ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സ് തുറന്നു ചിരിക്കും, പക്ഷെ അവളുണ്ടല്ലോ കൺമണി, അവളിതൊക്കെ കണ്ണും പൂട്ടി വിശ്വസിച്ചിരിക്കുകയാണെന്ന് പറയുന്നു ദേവ. ഹേ, അവൾക്ക് അറിയില്ലല്ലേ, അറിയാലോ അവര്. എൻ്റെ അച്ഛ, ഞാനും കൺമണിയും അവന്തിയെയും കൂടെ ഇപ്പോൾ ഒരു തർക്കം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഏട്ടത്തിമാരെ എണ്ണി വിഷമിപ്പിച്ചാലേ അച്ഛനോടും അമ്മയോടും പോലും എന്നെ അവൾ പുറത്തൊന്നും വരില്ല, അതറിയോ അച്ഛന് എന്ന് പറയാണ് ദേവ. പെട്ടെന്ന് അവിടേക്ക് മൂത്ത രണ്ട് മക്കളും കൂടി വരികയാണ്. എന്താ മക്കളെ ഇവിടെ എന്ന് അനന്തവർമ്മ ചോദിച്ചപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കണം കണ്ടപ്പോൾ നിങ്ങളുടെ കൂടെ വന്ന് നിൽക്കാമെന്ന് കരുതി. അതൊക്കെയല്ലേ അച്ഛ ഒരു സന്തോഷം എന്ന് വിജയ് പറയുന്നു. നിങ്ങളുടെ ഭാര്യമാരോട് കൺമണിയെ സ്നേഹിക്കാൻ അമ്മ ഒരു ഉത്തരവ് കൊടുത്തിരുന്നു എന്ന് കരുതി നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്നൊന്നും തമാശ പറയണമെന്നോ ഒരു നിബന്ധനയൊന്നും വച്ചിട്ടില്ല എന്ന് ആനന്ദവർമ്മ പറയുമ്പോൾ ഞങ്ങളത് സിൻസിയറായിട്ട് പറഞ്ഞതാ എന്ന് പറയുന്നു വിജയ്. ആണോ, എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറയുന്നു ആനന്ദവർമ്മ. രണ്ടുപേരും അത് കേട്ട് വല്ലാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആനന്ദവർമ്മ ചോദിച്ചു, ആരാ ആദ്യം തമാശ പറഞ്ഞത്, എന്നെ ചിരിപ്പിക്കുന്നത് പറയടാ എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും ചുമ്മാ ചമ്മുകയാണ്. ഏട്ടാ, അച്ഛൻ നമ്മളെ കളിപ്പിക്കുകയാണ്, അച്ഛൻ്റെ മനസ്സിൽ നിന്ന് നമ്മളോടുള്ള ദേഷ്യമൊന്നും പോയിട്ടില്ല എന്ന് പറയാണ് അരവിന്ദ്. ഞങ്ങളുടെ ഭാര്യമാരൊക്കെ എന്തൊക്കെയോ വേഷങ്ങൾ കെട്ടുന്നുണ്ട്, അവർക്ക് ഈ വീട്ടിൽ തന്നെ നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുന്നത്. പക്ഷേ എനിക്കറിയാം അവരെ കാണിക്കുന്നതുകൊണ്ടൊന്നും നിങ്ങളുടെ മനസ്സലിയില്ല എന്ന്. അവരോട് ക്ഷമിച്ചുകൂടെ, എന്നിട്ട് ഞങ്ങളെ ഇവിടെ നിർത്തിക്കൂടെ എന്ന് വിജയ് ചോദിക്കുന്നു. നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ എൻ്റെ കൂടെ നിർത്താൻ തന്നെയാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്താ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാകാതെ അവർ മുഖത്തോട് മുഖം നോക്കുകയാണ്. അങ്ങനെ അച്ഛൻ മനസ്സ് തുറക്കാൻ തുടങ്ങി. എടാ, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം എന്ത്, ഞാനത് നുള്ളിക്കളയണോ വേണ്ടയോ എന്ന് ചോദിച്ചപ്പോൾ അത് വേണം എന്നിങ്ങനെ അവർ പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്താ, നിങ്ങളുടെ ഭാര്യമാരല്ലേ, ഞാനത് നുള്ളിക്കളഞ്ഞല്ലേ പറ്റൂ എന്ന് പറയുകയാണ് ആനന്ദവർമ്മ. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്, ഞങ്ങളെ വരെ ഉപേക്ഷിക്കണമെന്നാണോ? ഇതിലൊന്നും ഞങ്ങളെ കിട്ടില്ല. അച്ഛൻ എന്തിനെങ്ങനെ ക്രൂരനാകുന്നത് എന്ന് അരവിന്ദ് ചോദിച്ചു. ക്രൂരനാകണോ വേണ്ടയോ എന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ആനന്ദവർമ്മ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ രണ്ടുപേരും അവരെയും കൊണ്ട് അവരുടെ വീടുകളിൽ പോയി താമസിക്കുക. തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ മുന്നിൽ 10 കോടി വീതം ഉണ്ടാവുകയും ചെയ്യും എന്നിങ്ങനെ പറയുമ്പോൾ അച്ഛ എന്ന് ദേവ വിളിക്കുന്നു. ദേവ, നീ മിണ്ടാതിരിക്കുക എന്നിങ്ങനെ പറയുകയാണ് ആനന്ദവർമ്മ. അച്ഛ, പണത്തിന് ഞങ്ങൾക്ക് അത്യാവശ്യമുണ്ട്, ആഗ്രഹവുമുണ്ട് എന്ന് കരുതി സ്വന്തം ഭാര്യമാരെ വലിച്ചെറിഞ്ഞിട്ട് വരികയൊന്നും ചെയ്യില്ല ഞങ്ങൾ. 10 കോടിക്ക് വേണ്ടി വലിച്ചെറിയാനുള്ളതൊന്നുമല്ല ഞങ്ങളുടെ ഭാര്യമാർ എന്ന് പറഞ്ഞപ്പോൾ അത് 20 കോടിയായാലോ എന്ന് ആനന്ദവർമ്മ വീണ്ടും പറയുന്നു. അച്ഛൻ എന്ത് ക്രൂരനാണ് അച്ഛാ, ലോകത്തിൽ ഏതെങ്കിലും അച്ഛന്മാർ മക്കളോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുന്നു അരവിന്ദ്. ഇനി കൂട്ടാനും കുറയ്ക്കാനും ഒന്നും പറ്റില്ല. അവരെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ 50 കോടി തരാം, നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ട് തരാം എന്ന് പറഞ്ഞപ്പോൾ ചേട്ടനും അനിയനും മുഖത്തോട് മുഖം നോക്കി കള്ളനോട്ടം ഒക്കെ കാട്ടിച്ച് ഇങ്ങനെ കാണിക്കുകയാണ്. കാര്യത്തിൽ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അച്ഛൻ പറഞ്ഞതനുസരിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷേ സ്വപ്നയുടെ വീട്ടുകാരോട് അച്ഛൻ തന്നെ എന്തെങ്കിലും കാരണം പറയണം എന്ന് പറഞ്ഞപ്പോൾ അനന്യയുടെ വീട്ടുകാരും കുറച്ച് പ്രശ്നമാണ്.
ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അവൾ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാകും. അതൊക്കെ ഫേസ് ചെയ്യാൻ അച്ഛൻ തയ്യാറാണെങ്കിൽ ഞാൻ തയ്യാറാടാ, എൻ്റെ ഈ അഗ്രിമെൻറ്റിന് തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ് ആനന്ദവർമ്മ. അച്ഛൻ തരാമെന്ന് പറഞ്ഞ് തുകയിൽ മാറ്റമെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ സമ്മതിച്ചു എന്ന് പറയുകയാണ് വിജയ്. ഞാൻ എപ്പോഴേ സമ്മതിച്ചു എന്ന് അരവിന്ദും പറയുന്നു. നിങ്ങൾക്ക് എന്താ ചേട്ടന്മാരെ ഭ്രാന്തായോ എന്ന് ചോദിച്ചപ്പോൾ ദേവാ നീയൊന്നും പറയണ്ട, അച്ഛൻ പറയുന്നത് ഞങ്ങൾ അനുസരിക്കും. അരവിന്ദേ നീയോടാ എന്ന് ചോദിച്ചപ്പോൾ ഞാനും അതേ ചേട്ടാ എന്ന് അരവിന്ദ് പറയുന്നു. പറയച്ചാ ഇനി കാര്യങ്ങളൊക്കെ എങ്ങനെയാ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ നേരെ ദേവക്കരികിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ദേവയോടായി പറയുകയാണ് തോളിൽ തട്ടിക്കൊണ്ട്, നീ ഒരുപാട് കാര്യങ്ങൾ നിന്റെ ഏട്ടന്മാരെ കണ്ട് പഠിക്കാനുണ്ട് കേട്ടോ മോനെ. സ്വപ്നയും അനന്യയും ഇവരോട് ഇട്ടിച്ചേർന്ന് നടക്കുന്നത് കണ്ടിട്ടില്ലേ? ഇവരെക്കുറിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടും ഉണ്ടാകും. പക്ഷേ ഇവരെ ഉപേക്ഷിച്ചു പോകുന്ന കാര്യമൊന്നും അവർ ചിന്തിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ 50 കോടി എന്ന് കേട്ടപ്പോൾ നിന്റെ ഏട്ടന്മാരുടെ വായ തുറന്നത് കണ്ടോ? നീ എന്ന് പറഞ്ഞത് അച്ഛൻ ദേഷ്യപ്പെട്ടപ്പോൾ അച്ഛാ അത് പിന്നെ ഞങ്ങൾ നിർത്തടാ നാണം കെട്ടവനെ, നിന്റെ മനസ്സിൽ ഇത്തിരിയെങ്കിലും മനുഷ്യത്വമുണ്ടോയെന്നറിയാൻ ഞാനൊന്ന് ശ്രമിച്ചതാ, ഇല്ലാതാകെ കളഞ്ഞല്ലോടാ എന്നിങ്ങനെ പറയുകയാണ് അച്ഛൻ. തമാശ പറഞ്ഞതാണ് അല്ലേ അച്ഛൻ എന്ന് പറയുകയാണ് അരവിന്ദ്. ഇവിടെ ഉള്ള കുടുംബവും ഇല്ലാതാക്കി നീയൊക്കെ വരുമ്പോൾ നിന്നെ കോടീശ്വരന്മാരാക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. നട്ടല്ലോ ഇല്ല, എവിടെയെന്നെങ്കിലും റബ്ബർ സ്റ്റാൻഡോ ഉണ്ടെങ്കിൽ വക്കടാ കഴുതകളെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ദേഷ്യപ്പെടുകയാണ്. പോടാ കൺമുന്നിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരെയും അവിടെ നിന്ന് ആട്ടിപ്പാഴിക്കുകയും ചെയ്യുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് അവന്തികയുടെ മുടി ചീകിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളേജിലെ കുറിച്ചുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞു സുശീലാമ്മ. അപ്പോൾ എന്നെക്കുറിച്ച് എന്താ അമ്മ പറയാനുള്ളത്? പെൺകുട്ടികൾ ഒരൽപ്പം വളർന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയല്ലേ ഒരു രസം എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും പറയണ്ട, കെട്ടിച്ചുവിടാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു എന്ന് പറയാണ് സുശീലാമ്മ. എന്നെ കെട്ടിച്ചു വിട്ടിട്ട് വേണം കെട്ടിയവനുമായി ഞാനും ഇവിടെ ഒന്ന് താമസിക്കാൻ. ചുറ്റും നടക്കുന്ന ജീവിതങ്ങളൊന്നും കണ്ടിട്ട് മതിയാകുന്നില്ല അല്ലേ? അതൊക്കെ കണ്ടിട്ട് നീ വിവാഹം കഴിക്കില്ലാന്ന് തീരുമാനം വല്ലതും എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹേ അങ്ങനെയൊന്നുമില്ല, സമയമാകുമ്പോൾ ഞാൻ പറയാം, അതുവരെ എന്നെ ഒന്ന് ഫ്രീ ആക്കി വിട്ടേക്ക് എന്ന് പറയാണ് അവന്തിക. ശരി ശരി, ഇങ്ങനെ സ്വാതന്ത്ര്യം നേടുന്ന അച്ഛനമ്മമാർക്ക് തിരിച്ച് പണി തരുന്ന മക്കളുമുണ്ട്. അതുപോലെ കുരുത്തക്കേടുകളൊന്നും ഇല്ലല്ലോ നിനക്ക് എന്ന് ചോദിക്കുന്നു അമ്മ. പൊട്ടാത്ത ബോംബൊന്നും ഞാൻ തലയിൽ കൊണ്ട് നടക്കാറില്ല അമ്മയെ, ചെറിയ ബോംബാണെങ്കിലും ഇവിടെ കിടന്ന് പൊട്ടുന്ന ബോംബ് കൊണ്ടുവന്നേക്കാം എന്ന് പറയുന്നു അവന്തിക. ഈ സമയം കൺമണി മോളെ എന്നൊരു വിളി കേട്ടു. വരുന്നുണ്ട് രാക്ഷസപ്പടകൾ, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അവന്തിക എഴുന്നേറ്റു. കൺമണി മോളെ നീ എവിടെയാ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുകയാണ് മൂവർ സംഘം. അവന്തികയെ കണ്ടപ്പോഴും കൺമണി എവിടെയെന്ന് ചോദിച്ചു. കൺമണി ഏട്ടൻ്റെ കൂടെ കാണും എന്ന് അവന്തിക മറുപടി പറഞ്ഞു. അതെ, ഞങ്ങൾ കൺമണിക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, അനന്യ അവളെ വിളിക്കുക, അവൾക്ക് ഇപ്പോൾ തന്നെ കൊടുക്കണം എന്ന് പറയാണ് സ്വപ്ന. അപ്പോൾ എന്താ മക്കളെ എന്ന് ചോദിച്ചുകൊണ്ട് സുശീലാമ്മ വരുന്നു. അതെ, ഞങ്ങൾ കൺമണിക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് അനന്യ. ഇതോടുകൂടിയാണ് ഇന്നത്തെ സീരിയൽ വൈൻഡപ്പ് ആകുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ദിസ് ഈസ് സൈനിങ് ഓഫ് ശ്രീദേവി. ബൈ ബൈ.